അതിരപ്പിള്ളിയിൽ കാറിന് നേരെ കാട്ടാന ആക്രമണം. കാർ ആന അടിച്ചു തകർത്തു. തലനാരിടയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? കാളിദാസ് ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു ഇങ്ങനെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായത്. അതിരപ്പള്ളി കുളിരാൻതോട് പ്ലാന്റേഷൻ മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്ന കാറാണ് കാട്ടാന തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ഈ സമയത്ത് കാറിൽ 3 പേർ യാത്ര ചെയ്യുന്നു. സമീപത്തുള്ളവർ തന്നെയായിരുന്നു കാറിലുണ്ടായിരുന്നത്. ജോയി, ബേസിൽ, അതുപോലെ തന്നെ ജോസ് എന്നീ 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. ആനയെ കണ്ടതോടെ യാത്രക്കാർ വാഹനം ഒരല്പം മുൻപോട്ട് എടുത്ത ശേഷം കാറിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സമാന രീതിയിൽ നേരത്തെയും ഇതേ സ്ഥലത്ത് കാട്ടാന ഇതേപോലെ തന്നെ വാഹനങ്ങൾ ആക്രമിച്ചിരുന്നു. അന്ന് ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന് നേരെയാണ് കാട്ടാന ആക്രമിച്ചത്. അന്നും ഇതുപോലെ തന്നെ ദമ്പതികൾ ആ ബൈക്ക് ഉപേക്ഷിച്ച ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇന്നലെ ഈ 3 പേർ കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ട ശേഷം കാട്ടാന അടിച്ചു നിർത്തിയില്ല. കാരണം കാറിന് നേരെ ആക്രമിച്ചു. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർത്തു. ചില്ല് പൊട്ടിച്ചു. ബോണറ്റ് ഉൾപ്പെടെ, ബമ്പർ ഉൾപ്പെടെയുള്ളവ പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു. ആ കാറിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം, ഇന്നോവ കാറാണത്. ആ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർത്തിരുന്നു. എന്തായാലും ഈ 3 പേർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതിൽ പരിക്കേൽക്കാതെ അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഒരുപക്ഷെ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നേനെ. പക്ഷേ അവർ ഓടിയതിനാൽ 3 പേരും പരിക്കുകൾ ഒന്നും തന്നെ ഏൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകളുടെ ആക്രമണം ഉള്ള ഒരു മേഖല കൂടിയാണ്. എന്തായാലും കുറച്ചു നാളുകളായി അത്തരത്തിലൊരു വാർത്ത വന്നിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നലെ അതും സംഭവിച്ചു. ഒരു കാറ് കാട്ടാന തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2-3 ആഴ്ചകൾക്ക് മുൻപാണ് ഇരുചക്ര വാഹനത്തിൽ വന്നിരുന്ന ദമ്പതികളെ അന്നും ഇതേ ആന തന്നെയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ ഈ ആനയ്ക്ക് പേരൊന്നുമില്ല. നിലവിൽ അവിടെ 3 ആനകളുണ്ട് ഇത്തരത്തിൽ സ്ഥിരം ആക്രമിക്കുന്ന ആനകൾ. ആ ആനകൾക്ക് 3നും പേരുകളുണ്ട്. പക്ഷേ ഈ ഒരു ആനയ്ക്ക് ഇതുവരെയും പേരില്ല. പക്ഷേ ഈ ആന തന്നെയാണ് അന്നും ദമ്പതികൾക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടതും ഇന്നലെ ഇപ്പോൾ ഈ ഇന്നോവ കാറിന് നേരെ ആക്രമണം അഴിച്ചു വിട്ടതും ഒരേ ആന തന്നെയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കാനുള്ള നടപടികളിലേക്കെല്ലാം കടന്നിട്ടുണ്ട്. ഈ ആന ഏതാണെന്ന് കണ്ടെത്താനുള്ള കാര്യങ്ങളിലേക്കും വനംവകുപ്പ് കടന്നിട്ടുണ്ട്. കാളിദാസ്. ശരി ആന്റണി, ഇന്നലെ അപ്പോൾ അതിരപ്പള്ളിയിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ കാർ ആന അടിച്ചു തകർത്തു. തലനാരിടയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്.